മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി രൂക്ഷ വിമർശനവുമായി എം ടി വാസുദേവൻ നായർ. ആൾക്കൂട്ടത്തെ പെട്ടെന്ന് പടയാളികളും ആരാധകരുമാക്കാം. അധികാരം ജനസേവനത്തിന് എന്ന സിദ്ധാന്തം കുഴിച്ചുമൂടി. തെറ്റുപറ്റിയാൽ സമ്മതിക്കുന്ന പതിവ് ഒരു മഹാരഥനുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന പരിപാടിയിലായിരുന്നു എം ടിയുടെ രൂക്ഷ വിമർശനം. കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ ചേരുന്നു. ഗോകുൽ, മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തിക്കൊണ്ട് തന്നെയായിരുന്നു സമകാലിക സംഭവങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള എം ടി വാസുദേവൻ നായരുടെ രൂക്ഷ വിമർശനം. രോഹിണി, അതുതന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രി വേദിയിലിരിക്കെയാണ് എഴുതി തയ്യാറാക്കി വന്ന പ്രസംഗവുമായി എം ടി വാസുദേവൻ നായർ വിമർശിച്ചത്. മുഖ്യമന്ത്രി കാര്യമായ രാഷ്ട്രീയമൊന്നും പറയാതെ അവസാനിപ്പിച്ച പ്രസംഗത്തിൽ മുൻകൂട്ടി തയ്യാറാക്കി വന്ന ഒരു രൂക്ഷ വിമർശന പ്രസംഗവുമായാണ് എം ടി കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആയി മാറിയെന്നും അധികാരം ജനസേവനത്തിലുള്ള അവസരമെന്ന സിദ്ധാന്തത്തെ കുഴിച്ചുമൂടിയെന്നും എം ടി വാസുദേവൻ നായർ പറയുമ്പോൾ സമകാലിക രാഷ്ട്രീയം ഏത് രീതിയിലാണ് മുന്നോട്ടേക്ക് പോകുന്നത് എന്നാണ് അദ്ദേഹം ഒരു ചോദ്യചിഹ്നമായി അവതരിപ്പിക്കുന്നത്. അദ്ദേഹം മുൻപ് ഒന്നാം നിയമ സർക്കാരിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ടായിരുന്നു തന്റെ പ്രസംഗം മുന്നോട്ടേക്ക് കൊണ്ടുപോയത്. കമ്മ്യൂണിസ്റ്റ് സർക്കാരുടെ ജാഥ നയിച്ചും വോട്ടുപെട്ടികൾ നിറച്ചും സഹായിച്ച ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹമാക്കി മാറ്റാനാണ് EMS സർക്കാർ ശ്രമിച്ചതെങ്കിൽ ഇപ്പോൾ ആളുകളെ പടയാളികളാക്കി മാറ്റാനും ആരാധകരാക്കി മാറ്റാനുമുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് വീരപരിവേഷം നൽകിക്കൊണ്ടുള്ള ഒരു വീഡിയോ ഗാനം പുറത്തു വന്നിരുന്നു. അതിനെ പ്രകീർത്തിച്ചുകൊണ്ടാണ് EP ജയരാജൻ അടക്കമുള്ള LDF നേതാക്കളും ഉന്നത CPM നേതാക്കളൊക്കെ രംഗത്തെത്തിയത്. കുറച്ചു മുമ്പ് പോലും EP ജയരാജൻ കോഴിക്കോട് നടത്തിയ പ്രസംഗത്തിൽ മുഖ്യമന്ത്രിയോടുള്ള സ്നേഹമാണ് ഈ രീതിയിൽ അവർ പ്രകടിപ്പിക്കുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ EMS നമ്പൂതിരിപ്പാടിനെതിരെ അത്തരത്തിലുള്ള വീരാരാധനയൊന്നും അദ്ദേഹം അംഗീകരിച്ചിരുന്നില്ല എന്ന രീതിയിലാണ് എം ടി വാസുദേവൻ നായർ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹമാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു മഹാപ്രസ്ഥാനത്തിന്റെ തുടക്കം മാത്രമായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ EMS നമ്പൂതിരിപ്പാട് ചെയ്തത് എന്നാണ് എം ടി വാസുദേവൻ നായർ പറയുന്നത്. എന്നാൽ അതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് ഈ കാലഘട്ടത്തിൽ നടക്കുന്നത് എന്നും അദ്ദേഹം പരോക്ഷമായി പറഞ്ഞു വെക്കുന്നു. ശരി, ഗോകുലാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്.